ടസർ ലവേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുവന്നേക്കുന്ന നോയൽ ടസറിൽ വന്നിട്ടുള്ള ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ഒരു ബേജ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതും സോളിഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, സെൽഫ് നോട്ടഡ്. അപ്പോൾ സോളിഡ് ആയിട്ട് വരുന്ന സാരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നമ്മൾ ഏത് ബ്ലൗസിൻ്റെ കൂടെയാണോ പെയർ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ എൻ്റയർ ലുക്ക് മാറും. ഇപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്ന ഒരു ട്രഡീഷണൽ ടച്ചുള്ള ഒരു ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ലുക്കിൽ കാണുമ്പോഴത്തേനും നമുക്കൊരു ഓണം അങ്ങനെയുള്ള ട്രഡീഷണൽ ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഈ ഒരു ലുക്കിൽ അറ്റൻഡ് ചെയ്യാൻ തോന്നും അല്ലേ. അപ്പം ഓണം മാത്രമല്ല, അപ്പം ഏതൊരു ട്രഡീഷണൽ ഫങ്ഷൻ ആണെങ്കിലും നമുക്കൊരു വെഡ്ഡിങ് പോലത്തെ ഒരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡിസൈൻ ചെയ്ത ഒരു ബ്ലൗസ്, ഒരു കട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോഴത്തേനും ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കും, അതേപോലെ നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ഒരു ബ്ലൗസ് വെയർ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഓഫീസ് പർപ്പസിനൊക്കെ പോകുമ്പോഴത്തേനും ഒരു മീറ്റിങ്ങോ അങ്ങനെ ഓഫീസിലൊക്കെ പോകുന്ന ടൈമിൽ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും. അപ്പം ഒരു ബ്ലൗസിൻ്റെ ഒരു ലുക്ക് വെച്ചിട്ട് നമ്മളെ ലുക്ക് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആകും ഒരു സോളിഡ് ബ്ലൗസ് വരുമ്പോൾ, സോളിഡ് സാരീസ് വരുമ്പോൾ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ബേജ് കളറിൽ, ദെൻ സെക്കൻഡ് വന്നേക്കുന്ന ഒരു ബ്ലാക്കിലാട്ടോ. ആക്ച്വലി എനിക്കിത് കണ്ടപ്പോഴത്തേനും ഒരു ഡാർക്ക് ബ്ലൂവിൻ്റെയൊക്കെ ഒരു കളർ സിൽവർ തോന്നി കേട്ടോ. പക്ഷേ ടസറിൽ നമ്മൾ ബ്ലാക്ക് വരുമ്പോഴത്തേനും ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ബ്ലാക്ക് ആണെന്ന് തോന്നത്തില്ല, ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. ഇതാട്ടോ സാരിയുടെ ലുക്ക് വരും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ ആകുമ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ലൈറ്റ് ടോണിലുള്ള ബ്ലൗസൊക്കെ പെയർ ചെയ്യുമ്പോഴത്തേനുമാണ് ബ്ലാക്കിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒന്ന് മാച്ച് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് HS917, പ്രൈസ് വന്നേക്കുന്നത് 5499. ചെക്ക് ഇറ്റ് ഔട്ട്. ഇതെങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് അറിയോ? നമ്മളിത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കൊരു റെഗുലർ ബനാറസി ലുക്കായിട്ട് തോന്നും. പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ ആ ഒരു ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിട്ടാണ് വരുന്നത്. ആൻഡ് ഭയങ്കര ഗ്രാൻഡ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ബനാറസി ചിനിയ സിൽക്ക് സാരിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ. നമ്മളിപ്പോൾ ബ്ലൗസ് ഓൾറെഡി കണ്ടു. അപ്പോൾ ഈ ഒരു ബോർഡർ പാറ്റേൺ നല്ല ബ്രോഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഉടുക്കുമ്പോഴും ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു പ്ലീറ്റ്സൊക്കെ താഴെ കിടക്കുന്നതാണെങ്കിലും ഒക്കെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ ആയതുകൊണ്ട് ഇറ്റ് മേക്സ് ഇറ്റ് പെർഫെക്റ്റ്. നമുക്കത് കംപ്ലീറ്റ് ലുക്ക് ആവുകയാണ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ബോർഡറിൽ വന്നിരിക്കുന്ന ഡിസൈനും പല്ലുവിൽ വന്നിരിക്കുന്ന ഡിസൈനും വേരിയേഷൻ ഉണ്ട്. ഇത് കുറച്ചും കൂടി ട്രഡീഷണൽ ബനാറസിയാണ്. ഇതിൽ ചെറിയൊരു വേരിയേഷൻ അവിടെ വന്നിട്ടുണ്ട്. ബ്ലൗസ് നമ്മൾ കണ്ടല്ലോ, അതിനകത്ത് ഫുൾ ബ്രൊക്കേഡിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനകത്ത് ഈ ഒരു ഡബിൾ ലൈൻ അവിടെ വരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡീറ്റെയിൽ ആണ്. നമ്മൾ ഈ ഒരു ലുക്കിൽ ബ്ലൗസ് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ലൈൻസ് നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു എംബ്രോയിഡറി ഹൈലൈറ്റ് വേണമെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും അതില്ലാണ്ടും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ആൻഡ് ഈ ബ്ലൗസ് നമുക്ക് ഒരുപാട് എത്ര വേണമെങ്കിലും കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിലൂടെ ബ്ലാക്ക് ആയതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് ആണെങ്കിലും പേസ്റ്റൽസ് ആണെങ്കിലും ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് അല്ലേ. ആൻഡ് സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ചിനിയ പ്യോർ സിൽക്ക് സാരി വിത്ത് പ്യോർ ബനാറസിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബോർഡർ ഷോർട്ടാണ്, ലോ ബോർഡർ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ട് ലൈറ്റ് ഗോൾഡൻ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന സാരിയാണ്. 8,000 above റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ചിനിയ സിൽക്ക് സാരി. ആൻഡ് JCL കോഡിലാണ്, JCL 765 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഓർഗൻസയിൽ പുതിയൊരു ഡിസൈനുമായിട്ട് വന്നേക്കാണ്. നമ്മൾ കുറച്ചധികം ഡിസൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പിങ്ക് സെറിയിലും ഗോൾഡൻ അങ്ങനെയുള്ള ലുക്സൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതും ഒരു ഗോൾഡൻ ലുക്കാണ്. അതിനകത്ത് ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ ലുക്ക്. ബോർഡർ വന്നിട്ട് നമുക്ക് കുറച്ച് ഡാർക്കറായിട്ട് നമുക്ക് ആ ഒരു ആൻറ്റിക് ടോൺ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിലാണ്. ബാക്കി ബോഡി ഫുള്ള് ഒരു ലൈറ്റ് സിൽവറി ടോണിൽ വന്നിട്ടുള്ള സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡബിൾ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. ഗോൾഡൻ ടിഷ്യൂ ഓർഗൻസയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ഓർഗൻസയുടെ ഫീൽഡ് വന്നിരിക്കുന്ന സാരി. ആ വീവിങ് സ്റ്റൈൽ ഓർഗൻസയുടെ ലുക്കാണ്. ആൻഡ് ടിഷ്യൂവിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ആൻഡ് വിത്ത് ദാറ്റ് വി ഹാവ് എ ഡബിൾ ഷെയ്ഡ് ഓഫ് ഒരു നല്ല വയലറ്റ് ടോണാണ്. അത് പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു മജന്ത ഷെയ്ഡിലോട്ടുള്ള ഒരു ലുക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു വന്നിട്ട് ആ ഒരു നമ്മുടെ ബോർഡർ വരുന്ന അതേ ലുക്കിലാണ്. അത്രയും ഡാർക്കറായിട്ട് ആ ഒരു ആൻറ്റി ഗോൾഡ് ഷെയ്ഡ് വന്നിട്ടാണ് വരുന്നത്. ഇത് തന്നെയാണ്, ഈ ഒരു സ്ട്രൈപ്പ് തന്നെയാണ് നമ്മളുടെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. 2,999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി NN126 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കി കഴിഞ്ഞാൽ അപ്പർ ബോർഡർ ഷോർട്ടറാണ് കേട്ടോ. പേസ്ലി ആൻഡ് സോളിഡ് വീവിങ് സ്റ്റൈലാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് സോളിഡ് വീവിങ്ങും പിന്നെ ഒരു സിഗ്സാഗ് പാറ്റേണിൻ്റെ വീവിങ് സ്റ്റൈൽ വിത്ത് പേസ്ലി ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്.
നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. അപ്പം ഞാൻ ഇന്ന് ഇതൊരു എക്സാക്ട് മാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു കോമ്പിനേഷൻ കുറച്ച് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ആ ഒരു ഗോൾഡിൻ്റെ ടോണിൽ വരുന്ന ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻസും പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ഒരു സിൽക്ക് ബേസിലുള്ള ഫാബ്രിക്സ് ഇപ്പോൾ ഒരു ചന്തേരിയോ അല്ലെങ്കിൽ കോട്ടൺ സിൽക്കോ അങ്ങനത്തെയുള്ള കോമ്പിനേഷനിൽ പ്രിൻറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷെ കോട്ടൺ കാഷ്വൽ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ഓർ ടിഷ്യൂവിൽ നമുക്ക് വേറെ കോമ്പിനേഷൻസ് വരുന്ന രീതിയിലാണെങ്കിലും ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക, കുറച്ചൊരു വോള്യൂം ലുക്കിൽ വേസ്റ്റും ഹിപ്പും ഒക്കെ ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന ലുക്കാണ്. എനിക്ക് ആ ഡബിൾ ഷെയ്ഡാണ് അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത്. സ്റ്റൈലിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജ്വല്ലറി എനിക്ക് തോന്നുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറി, കുറച്ചൊരു മോഡേൺ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ സ്റ്റൈലായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. സോ 2,999 വന്നിരിക്കുന്ന സാരിയാണ് NN 126.